കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ 11 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2021 നടന്ന പൊതുപരീക്ഷാ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളും സെക്ഷൻ സിയിൽ ഉൾപ്പെടുന്ന ഷോർട്ട് എസ്സേ ചോദ്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ്? 1 മാർക്കിന്റെ ചോദ്യം. പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് refers to providing basic banking services at local post office that might include things like checking, cashing, bill paying and even small loans. ഒരു ലോക്കൽ പോസ്റ്റ് ഓഫീസ് വഴി ബാങ്കിങ് സേവനം നൽകുന്ന പ്രക്രിയയാണ് പോസ്റ്റൽ ബാങ്കിങ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ബിൽ പേയ്മെന്റ്, ചെറുകിട ലോണുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇൻഷുറൻസ് പ്രീമിയം? 1 മാർക്കിന്റെ ചോദ്യം. വളരെ സുപരിചിതമായ ടേമാണ് പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം. An insurance premium is the money that is paid by any person or company or business for availing of insurance policy. The insurance premium amount is influenced by multiple factors and varies from one payee to another. ഒരു കമ്പനി അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ഇൻഷുറൻസ് സേവനങ്ങൾ അവെയിൽ ചെയ്യാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി കൊടുക്കുന്ന തുകയാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ പ്രീമിയം പലപ്പോഴും വ്യത്യസ്തമായ ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ഒരു വ്യക്തിയുടെ കവറേജ് ടേമുകൾ, അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂ, അദ്ദേഹത്തിന്റെ ഏജുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇത്തരം പ്രീമിയങ്ങളെ ബാധിക്കാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് അസൈൻമെന്റ് ഓഫ് എ പോളിസി? 1 മാർക്കിന്റെ ചോദ്യം. അസൈൻമെന്റ് ഓഫ് പോളിസി refers to the transfer of rights from one policy holder to another. ഒരു പോളിസി ഹോൾഡറിൽ നിന്ന് മറ്റൊരു പോളിസി ഹോൾഡറിലോട്ട് റൈറ്റ്സുകൾ, ടൈറ്റില്, പോളിസി ഓണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് അസൈൻമെന്റ് ഓഫ് പോളിസി എന്ന് വിളിക്കുന്നത്. അസൈൻമെന്റ് ഓഫ് പോളിസി refers to the transfer of rights, title and policy ownership from one policy holder to another person or entity. The person involved in assigning or transferring the policy holder is called assigner. അതിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അസൈനർ എന്നും and the person or institution to which it is assigned is called assignee. ഏത് വ്യക്തിയിലോട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടാണ് ഇത് അസൈൻ ചെയ്യുന്നത്, അദ്ദേഹത്തിനെ അസൈനി എന്ന് വിളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റൈറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ, ടൈറ്റിൽ അല്ലെങ്കിൽ പോളിസി ഓണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഒരു പോളിസി ഹോൾഡറിൽ നിന്ന് മറ്റൊരു പോളിസി ഹോൾഡറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസൈൻമെന്റ് ഓഫ് പോളിസി എന്ന് പറയുന്നത്. അതിൽ 2 എൻറ്റിറ്റീസ് ഉൾപ്പെടുന്നു. ഒന്ന് അസൈനർ, 2 അസൈനി. The person involved in assigning or transferring the policy is called assigner and the person to which the policy is transferred is called assignee. ഇനി 4 മാർക്കിന്റെ 4ാമത്തെ ചോദ്യം, what is demonetization? 1 മാർക്കിന്റെ ചോദ്യം. വളരെ ക്രിട്ടിക്കലും വളരെ സുപരിചിതമായ ഒരു ടേമാണ് demonetization. Demonetization is referred to as the process of stripping a currency unit of its status to be used as legal tender. ഒരു കറൻസിയുടെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് റിമൂവ് ചെയ്യുന്ന പ്രക്രിയ demonetization എന്ന് വിളിക്കുന്നു. So demonetization is refers to as the process of stripping a currency unit of its status to be used as legal tender. ഒരു ട്രാൻസാക്ഷനിൽ നിന്നും ഒരു കറൻസിയുടെ വാലിഡിറ്റി റിമൂവ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു കറൻസി യൂണിറ്റ് സ്റ്റാറ്റസ് നീക്കം ചെയ്യുന്ന പ്രക്രിയ. സ്ട്രിപ്പ് ചെയ്യുന്നു മീൻസ് നീക്കം ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അത്തരം പ്രക്രിയയാണ് demonetization എന്ന് വിളിക്കുന്നത്.
ഇന്ത്യയിൽ 3 തവണയായിട്ടാണ് ഡീമോണിറ്റൈസേഷൻ നടന്നിട്ടുള്ളത്. 1946, 1978, 2016. ഈ 3 വർഷങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടന്നത്. പലപ്പോഴും ഡീമോണിറ്റൈസേഷൻ വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പലപ്പോഴും ബ്ലാക്ക് മണി കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പലപ്പോഴും റെഡ്യൂസ് ചെയ്യുന്നു, ക്യാഷ്ലെസ് എക്കോണമിയുടെ ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൗണ്ടർഫീറ്റ് നോട്ടുകളുടെ റിമൂവൽ, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പോലെയുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഡീമോണിറ്റൈസേഷൻ എന്ന പ്രക്രിയ പലപ്പോഴും ഗവൺമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ ഡീമോണിറ്റൈസേഷൻ ഈസ് റെഫേഴ്സ് ടു ആസ് the process of stripping a currency unit of its status to be used as legal tender. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ലീഗൽ ടെൻഡർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു കറൻസിയുടെ സ്റ്റാറ്റസ് സ്ട്രിപ്പ് ചെയ്യുന്നു. അത്തരം പ്രക്രിയയാണ് ഡീമോണിറ്റൈസേഷൻ. നമ്മുടെ രാജ്യത്ത് 3 തവണയായാണ് ഈ ഡീമോണിറ്റൈസേഷൻ നടന്നത്. 1946, 1978, 2016 ഡീമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടന്നത്. അങ്ങനെ 3 തവണയായിട്ടാണ് നടന്നത്. റീസെൻ്റായി 2016 ഈ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അവസാനമായി നടന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡീമോണിറ്റൈസേഷൻ നോക്കിയാൽ, ടു സ്റ്റോപ്പ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലാക്ക് മണി ഇൻ ദ മാർക്കറ്റ്, ടു ഹെൽപ്പ് ഇൻ റെഡ്യൂസിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം, ടു ക്രിയേറ്റ് എ ക്യാഷ്ലെസ് എക്കണോമി, to remove counterfeit notes from market, to help reduce or control anti-social activities and their funding. പലപ്പോഴും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസും അവയുടെ ഫണ്ടിങ്, അതുപോലെ തന്നെ പലപ്പോഴും കൗണ്ടർഫീറ്റ് നോട്ടുകളുടെ റിമൂവൽ, ക്യാഷ്ലെസ് എക്കോണമി അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമിയുടെ ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ബാങ്കിങ് സിസ്റ്റത്തിൽ പ്രിവെയിൽ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ ഡീമോണിറ്റൈസേഷന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. 5ാം ചോദ്യം, വാട്ട് ഈസ് ബാങ്ക് റേറ്റ്? 1 മാർക്കിന്റെ ചോദ്യം. വളരെ സുപരിചിതമായ വീണ്ടും ഒരു ടേമാണ് ബാങ്ക് റേറ്റ്. ദ ബാങ്ക് റേറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ചാർജ് ബൈ സെൻട്രൽ ബാങ്ക് ബൈ ലെൻഡിങ് ലോൺ ടു എ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒരു സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ ലെൻഡ് ചെയ്യുന്ന അവസരത്തിൽ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് റേറ്റ്. പലപ്പോഴും നമുക്കറിയാം, വ്യക്തികൾ പലപ്പോഴും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കായ RBI പലപ്പോഴും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നു. അങ്ങനെ RBI എന്ന സെൻട്രൽ ബാങ്ക് ലോണുകൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന അവസരത്തിൽ ചാർജ് ചെയ്യുന്ന റേറ്റ്, അത്തരം റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ദ ബാങ്ക് റേറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ചാർജ് ബൈ സെൻട്രൽ ബാങ്ക് by lending loan to a commercial bank. പലപ്പോഴും ഫണ്ട് ഡെഫിഷ്യൻസി പോലെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പലപ്പോഴും സെൻട്രൽ ബാങ്കിൽ നിന്നും ലോണുകൾ ലെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ടേമാണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ. സോ എ ബാങ്ക് റേറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ചാർജ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് by lending loan to a commercial bank. In the event of fund deficiency, a bank can borrow fund from Central Bank of India. In India, the central bank is RBI. The borrowing is done as per the basis of monetary policy of the country. ഒരു രാജ്യത്തിന്റെ മോണിറ്ററി പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ലെൻഡിങ്, ബോറോയിങ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ RBI ആണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. RBI ആണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ ലെൻഡ് ചെയ്യുന്നത്. 6ാം ചോദ്യം, വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ്? 2 മാർക്കിന്റെ ചോദ്യം. വളരെ സുപരിചിതം, വളരെയധികം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അണ്ടർ റൈറ്റിംഗ് എന്താണ്? അണ്ടർ റൈറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ റിസ്ക് ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റർ, ബാങ്ക്, ഇൻഷുറൻസ് ഏജൻസി ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രക്രിയ, അത്തരം പ്രക്രിയയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും അണ്ടർ റൈറ്റിംഗ് പെർഫോം ചെയ്യുന്ന അണ്ടർ റൈറ്റർ എന്ന് പറയുന്ന വ്യക്തികളാണ് പലപ്പോഴും ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. So underwriting is the process of evaluating the risk to protect investor. ഇൻവെസ്റ്ററിന്റെ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു, ബാങ്കിന്റെ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇൻഷുറൻസ് ഏജൻസീസ് മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും റിസ്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ആൻ അണ്ടർ റൈറ്റർ പെർഫോംസ് എ റിസ്ക് അനാലിസിസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ലോൺ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് പോളിസി. പലപ്പോഴും ലോണുകളും ഇൻഷുറൻസ് പോളിസി മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റും നടത്തുന്നതിന് മുമ്പ് പലപ്പോഴും അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പലപ്പോഴും പെർഫോം ചെയ്യാറുണ്ട്. അത്തരം അണ്ടർ റൈറ്റിംഗ് പെർഫോം ചെയ്യുന്ന വ്യക്തികളെയാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്.
They are responsible for analyzing the risk associated with a loan. ഏഴാമത്തെ ചോദ്യം, what is green banking? 2 മാർക്കിന്റെ ചോദ്യം, വളരെ പ്രസക്തിയുള്ള, ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ഗ്രീൻ ബാങ്കിങ്. Green banking refers to the promotion of environmentally friendly practices and the reduction of banks' carbon footprint. നമ്മുടെ രാജ്യത്തും പലപ്പോഴും ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനം പലപ്പോഴും നിലവിൽ വന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ഗ്രീൻ ബാങ്കിങ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്. എക്കോ ഫ്രണ്ട്ലി ആയ ബാങ്കിങ് പ്രാക്ടീസുകളെയാണ് പൊതുവെ ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രീൻ ബാങ്കിങ് ആർ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി, റെഡ്യൂസിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, സപ്പോർട്ടിംഗ് എക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ്. അതിൻ്റെ ഗ്രീൻ ബാങ്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കുക. സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു, എൻവയോൺമെന്റൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യുന്നു, എക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവുകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന പ്രാക്ടീസ് നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഗ്രീൻ ബാങ്കിങ് റിഫേഴ്സ് ടു ദ പ്രൊമോഷൻ ഓഫ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി പ്രാക്ടീസസ് ആൻഡ് റിഡക്ഷൻ ഓഫ് കാർബൺ ഫുട്പ്രിന്റ്. കാർബൺ ഫുട്പ്രിന്റ് റെഡ്യൂസ് ചെയ്യാനും എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസുകളുടെ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഗ്രീൻ ബാങ്കിങ്. ഗ്രീൻ ബാങ്കിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി, റെഡ്യൂസിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്, സപ്പോർട്ടിംഗ് എക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ്. ഇതൊക്കെയാണ് ഈ ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഇനി 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡിജിറ്റൽ ബാങ്കിങ്? 2 മാർക്കിന്റെ ചോദ്യം. ഡിജിറ്റൽ ബാങ്കിങ് refers to the use of digital technology and electronic channels to deliver banking services and products. ബാങ്കുകളുടെ സർവീസുകളും പ്രോഡക്ട്സുകളും നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. ബാങ്കിങ്ങിന്റെ സേവനങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ പലപ്പോഴും ടെക്നോളജി ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ആ ഒരു കാര്യത്തെയാണ് ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ബാങ്കിങ് എയിംസ് ടു എൻഹാൻസ് കൺവീനിയൻസ്, ആക്സസിബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ടു കസ്റ്റമേഴ്സ് വൈൽ റെഡ്യൂസിങ് ഫിസിക്കൽ ബ്രാഞ്ചസ്. ഫിസിക്കലായി നമ്മൾ ഒരു ബാങ്കിൽ അപ്രോച്ച് ചെയ്യാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷനും ബാങ്കിങ്ങിന്റെ സർവീസുകളും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ഡിജിറ്റൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വിളിക്കുന്നു. ഡിജിറ്റൽ ബാങ്കിങ് തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് ചില പുസ്തകത്തിൽ പ്രതിപാദിക്കാറുണ്ട്. ഡിജിറ്റൽ ബാങ്കിങ് അലോസ് ബാങ്ക് ടു ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് വിത്തൗട്ട് ഫിസിക്കലി ആക്സസിങ് ദ ബ്രാഞ്ച്. ഫിസിക്കലായി നമ്മളൊരു ബാങ്കിൽ ചെല്ലാതെ വീട്ടിലിരുന്ന് തന്നെ പലപ്പോഴും ഇന്റർനെറ്റ് ഉപയോഗിച്ച് ബാങ്കിന്റെ സർവീസുകളും പ്രോഡക്ട്സുകളും ആക്സസ് ചെയ്യാൻ കഴിയാവുന്നതാണ്. അത്തരം ഒരു ആക്ടിവിറ്റിയാണ് ഡിജിറ്റൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IRDA ആക്ട്? 4 മാർക്കിന്റെ ചോദ്യം. ഇൻഷുറൻസും ബാങ്കിങ്ങും ഇൻഷുറൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് IRDA. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് വിളിക്കുന്ന IRDA ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഒരു റെഗുലേറ്ററി ബോഡി നിലവിൽ വന്നത്. സോ ദ IRDA ആക്ട് ഓർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് ഈസ് എ ലീഗൽ ലെജിസ്ലേഷൻ enacted by the Parliament of India in 1999. 1999 നമ്മുടെ പാർലമെന്റ് ഇനാക്ട് ചെയ്ത ഒരു ലെജിസ്ലേഷൻ ആക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ട് ആണ് IRDA ആക്ട് എന്ന് പറയുന്നത്. The IRDA Act provides protection to the interest of insurance policy holders, regulates and promotes and ensure growth of insurance agencies in India. ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ് ഏജൻസീസ് പോലെയുള്ള വ്യക്തികൾ പലപ്പോഴും പോളിസി ഹോൾഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പലതരം കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഇൻഷുറൻസ് പോളിസി വഹിക്കുന്ന വ്യക്തികൾ, അത്തരം വ്യക്തികളുമായിട്ടുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, ഇൻഷുറൻസ് രംഗത്തെ റെഗുലേറ്ററി ആക്ടുകൾ, പ്രൊമോഷൻ, ഇൻഷുറൻസിന്റെ ഗ്രോത്ത് പോലെയുള്ള കാര്യങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് IRDA, അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് വിളിക്കുന്നു. The IRDA is a body for regulating the insurance-related activities in India. The Act leads to the formation of Insurance Regulatory and Development Authority,
an autonomous and statutory body to oversee the insurance sector. ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്തെ എല്ലാത്തരം ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് IRDA. ഇനിയും പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് IRDA നോക്കിയാൽ പ്രൊട്ടക്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്, regulating and promoting the insurance industry, ensuring the growth of insurance sector, promoting compliance to enhance customer satisfaction through increased customer choice and lower premium while ensuring the financial security of insurance market. ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും IRDAയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. So IRDA is a regulatory and autonomous body which controls the insurance sector in India. ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് IRDA. IRDA ഫോം ചെയ്യുന്നത് IRDA ആക്ട് 1999 പ്രകാരമുള്ള ഒരു ബോഡിയാണ് IRDA എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് നോക്കിയാൽ the IRDA is responsible for several functions and duties. Issuing and renewing policies, withdrawing and suspending or cancelling registration certificate of insurance companies. ഇൻഷുറൻസ് കമ്പനീസിൻ്റെ രജിസ്ട്രേഷൻ, അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് IRDA ആണ്. പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്, പലപ്പോഴും പോളിസി ഹോൾഡേഴ്സും ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നു, അവരുടെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങൾ IRDA പെർഫോം ചെയ്യുന്നു. പ്രൊമോട്ടിംഗ് എഫിഷ്യൻസി ഇൻ ദ കോണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്, regulating the investment of fund by insurance companies, specifying the percentage of premium income to be utilized for promoting and regulating professional organization, protecting the interest of policy holders in the matters concerning the assigning of policies, nomination of beneficiaries, insurable interest, settlement of insurance claim, surrender values of policies, and other terms and conditions and contracts of insurance are controlled by IRDA. IRDAക്ക് ഒരു വളരെ ലാർജ് ഫംഗ്ഷൻ ഉണ്ട്, വളരെയധികം ഫംഗ്ഷനുകളാണ് നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയുള്ളത്. ഇഷ്യൂയിങ് ആൻഡ് റിന്യൂവിങ്, cancelling registration of certificates of insurance agencies, protecting the interest of policyholders, promoting efficiency in the conduct of insurance business, regulating the investment of fund by insurance companies, specifying the percentage of premium income to be utilized for promoting and regulating professional organization, controlling the disputes associated with insurance. ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും IRDA ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. So it is an autonomous body which was formed according to the IRDA Act 1999. പാർലമെന്റ് പാസ്സാക്കിയ IRDA ആക്ട് 1999 പ്രകാരം ഫോം ചെയ്ത ഒരു റെഗുലേറ്ററി ബോഡിയാണ് IRDA. ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്തെ എല്ലാത്തരം ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന IRDA ആണ്. നേരത്തെ നമ്മൾ കണ്ടു ഇൻഷുറൻസ് കമ്പനീസിൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ രജിസ്ട്രേഷൻ, അവരുടെ ഇത്തരം രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ കമ്പനിയും ഇൻഷുറൻസ് ഹോൾഡേഴ്സും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന ലീഗൽ ഇഷ്യൂസും അത്തരം കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു. ഇൻഷുറൻസ് രംഗത്തെ ഗ്രോത്ത് എൻഷുർ ചെയ്യുന്നു, കമ്പനീസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന IRDA എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. ഇനിയും അടുത്തൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ നോക്കിയാൽ റെഗുലേറ്റിംഗ് ദ മെയിൻ്റെനൻസ് ഓഫ് മാർജിൻ ഓഫ് സോൾവൻസി, കൺട്രോളിംഗ് ദ ഓർ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ഇന്റർമീഡിയറ്ററി ഓർ ഇൻഷുറൻസ് കമ്പനീസ്, controlling the function of tariff advocacy committee, specifying the form of matter in which book of account shall be maintained and the statement of account to be rendered by insurance and other insurance intermediaries പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് IRDA ആണ്. The IRDA Act places a strong emphasis on protecting the insurance policy holders' interest by ensuring the fair treatment, transparency and accountability in the insurance sector. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇൻഷുറൻസ് സെക്ടറിൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും
എൻഷർ ചെയ്യാൻ വേണ്ടിയാണ് IRDA ഫോം ചെയ്യുന്നത്. സോ IRDA വാസ് ഫോംഡ് ടു എൻഷർ transparency and accountability in the insurance sector. This includes mechanism for grievance redressal and consumer education. കൺസ്യൂമർ എഡ്യൂക്കേഷനും ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം പോലെയുള്ള കാര്യങ്ങൾ കൺസ്യൂമേഴ്സും ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലീഗലും അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിസ്പ്യൂട്ട്സ് ഒക്കെ പലപ്പോഴും വളരെ അമിക്കബിളായി കൺട്രോൾ ചെയ്യുന്നതും അവർ സെറ്റിൽ ചെയ്യുന്നതും IRDA ആണ്. സോ IRDA വാസ് ഫോംഡ് ടു പ്രൊവൈഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ ബൈ protecting the interest of policyholders by ensuring fair treatment. പോളിസിഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും IRDA വ്യത്യസ്തമായ റെഗുലേഷൻസ് അല്ലെങ്കിൽ പലപ്പോഴും റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയിൽ IRDAയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ലാർജ് ഫംഗ്ഷനാണുള്ളത്. ഇൻഷുറൻസ് രംഗത്തെ കാര്യങ്ങൾ പ്രാക്ടീസുകളൊക്കെ ഫെയറും ട്രാൻസ്പെറൻ്റ് ആണ്, അക്കൗണ്ടബിൾ ആണ് എന്ന് പലപ്പോഴും മോണിറ്റർ ചെയ്യുന്ന IRDA എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി ഫോംഡ് അക്കോർഡിംഗ് ടു ദ ആക്ട് പാസ്ഡ് ബൈ പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡബിൾ ഇൻഷുറൻസ്? 2 മാർക്കിന്റെ ചോദ്യം. ഡബിൾ ഇൻഷുറൻസ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെയർ എ കസ്റ്റമർ ഒബ്റ്റെയിൻസ് 2 ഇൻഷുറൻസ് പോളിസി ഫോർ ദ സെയിം പ്രോപ്പർട്ടി. ഒരു വ്യക്തി ഒരു വസ്തുവിന്, ഒരു സെയിം പ്രോപ്പർട്ടിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസുകൾ എടുക്കുന്ന ഒരു അവസ്ഥ. അത്തരം സിറ്റുവേഷനാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ വിത്തൗട്ട് ഓർ വിത്ത് ദ പ്രീവിയസ് നോളജ്. അദ്ദേഹത്തിന് അറിവോട് കൂടിയും അല്ലെങ്കിൽ അറിവില്ലാതെയും ഒരു വസ്തുവിന് തന്നെ 2 ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനിയും 11th ക്വസ്റ്റ്യൻ, 11ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? 4 മാർക്കിന്റെ ചോദ്യം. ബാങ്കിങ് സെക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമുക്ക് ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ക്യാരീസ് വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് മണി. വിഡ്രോവൽ ഓഫ് മണി, ഡിപ്പോസിറ്റ്, പ്രൊവൈഡിങ് ലോണ്, അത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സിമ്പിളായി പറഞ്ഞാൽ എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ്സ് വേരിയസ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. നമ്മുടെ നാട്ടിലും പലപ്പോഴും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പലപ്പോഴും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ലോണുകൾ ലെൻഡ് ചെയ്യാറുണ്ട്. അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. The 2 primary characteristics of commercial banks are lending and borrowing. മനസ്സിലാക്കുക, ഏതൊരു ബാങ്ക് എടുത്താലും അവിടെ 2 പ്രധാന ആക്ടിവിറ്റീസ് ആണുള്ളത്, ലെൻഡിങ് ആൻഡ് ബോറോയിങ്. സോ എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ക്യാരീസ് ഓപ്പറേഷൻ റിലേറ്റഡ് ടു ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് മണി ഫോർ ദ ജനറൽ പബ്ലിക്, പ്രൊവൈഡിങ് ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അതർ ആക്ടിവിറ്റി. ജനറൽ പബ്ലിക്കിന് ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ദ 2 primary characteristics of commercial banks are borrowing and lending. ഇനി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നോക്കിയാൽ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷനുകളെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. 1 പ്രൈമറി ഫങ്ഷൻ, 2 secondary function. The functions of a commercial banks are classified into 2 main divisions, primary function and secondary function. അതിൽ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. The bank takes deposit in the form of savings, current and fixed deposit. The surplus balance collected from the firm and individual are lent to temporary requirement of commercial transaction. നേരത്തെ നമ്മൾ കണ്ടു ലെൻഡിങ് ആൻഡ് ബോറോയിങ്. അതിൽ അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷനകത്ത് ഉൾപ്പെടുന്നു. ബാങ്ക് പലപ്പോഴും ഡിപ്പോസിറ്റുകൾ പലപ്പോഴും വ്യക്തികളിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. ഇൻ ദ ഫോം ഓഫ് സേവിങ്സ്,
കറണ്ട് ആൻഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. കറണ്ട് ഡിപ്പോസിറ്റ് ആയിട്ടും അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടും അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയും വ്യക്തികളിൽ നിന്നും എമൗണ്ടുകൾ ശേഖരിച്ചു. ഇത്തരം എമൗണ്ടുകൾ പലപ്പോഴും ലെൻഡ് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പ്രൊവൈഡിങ് ലോൺ ആൻഡ് അഡ്വാൻസസ്. അടുത്തൊരു പ്രൈമറി ഫംഗ്ഷനാണ്, ക്രിട്ടിക്കലായ ഒരു പ്രൈമറി ഫംഗ്ഷനാണ് പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. Another critical function of commercial bank is to offer loans and advances to entrepreneurs and business person and collect interest. നമ്മുടെ രാജ്യത്തും പലപ്പോഴും ചെറുകിട നിക്ഷേപകരും പലപ്പോഴും ഓൺട്രപ്രണേഴ്സും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴി ലോണുകൾ സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം ലോണുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ബൈ എ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൈമറിയായും പ്രധാനമായും പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഇത്തരം ലോണുകൾ മുഖേനയാണ് അല്ലെങ്കിൽ അഡ്വാൻസസ് മുഖേനയാണ്. ഇനി മൂന്നാമത്തെ പ്രൈമറി ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ക്യാഷ് എന്ന് പറയുന്നത്. സോ when a customer is provided with a credit or loan, they are not provided with a liquid cash. First a bank account is opened for the customer and the money is transferred to the account. ഒരു വ്യക്തിക്ക് ലോൺ ആവശ്യമുള്ള സമയത്ത് ഒരു ലോൺ ആവശ്യമുള്ള വ്യക്തി പലപ്പോഴും ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതുവഴിയാണ് പലപ്പോഴും ട്രാൻസാക്ഷൻ നടത്താറുള്ളത്. അത്തരം ആക്ടിവിറ്റീസും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രൈമറി ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നു. സോ ദ മെയിൻ functions of commercial banks are borrowing and lending. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ നോക്കിയാൽ ഡിസ്കൗണ്ടിങ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. പലപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പൊതുവെ പലപ്പോഴും ഇത്തരം സെക്കൻഡറി ഫംഗ്ഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് acknowledging the amount of money to be paid against the goods purchased at a given point of time in the future. The amount can also be cleared before the quoted time through a discounting method of commercial bank. Commercial bankന്റെ സെക്കൻഡറി ഫംഗ്ഷനകത്ത് ഉൾപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടേൺ അക്നോളജിങ് എഗ്രിമെന്റ്. ഒരു റിട്ടേൺ എഗ്രിമെന്റ് ആണ്. ദ എമൗണ്ട് ഓഫ് മണി ടു ബി പെയ്ഡ് അഗൈൻസ്റ്റ് the goods purchased at a given point of time in the future. Given point of time in the futureൽ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന് കൊടുക്കേണ്ട ആ എമൗണ്ട് ഓഫ് മണി ടു ബി പെയ്ഡ് ആണ് ആ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. The amount can be cleared before the quoted time through a discounting method of a commercial bank. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡിസ്കൗണ്ടിങ് മെത്തേഡ് ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്ന ടൈമിന് മുമ്പ് വേണമെങ്കിലും ഈ ഒരു എമൗണ്ട് ക്ലിയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയും അടുത്തൊരു സെക്കൻഡറി ഫംഗ്ഷനാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് ആൻ അഡ്വാൻസ് ഗിവൺ ടു കസ്റ്റമർ ബൈ കീപ്പിംഗ് ദ കറണ്ട് എമൗണ്ട് ടു വിഡ്രോ അപ്പോൺ ദ ഗിവൺ ലിമിറ്റ്. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. പലപ്പോഴും സെക്യൂരിറ്റീസിന്റെ പർച്ചേസിംഗ് സെല്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഏറ്റെടുക്കാറുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഫെസിലിറ്റിയാണ് ലോക്കർ ഫെസിലിറ്റി. പലപ്പോഴും വാല്യുബിൾ ആയ ഡോക്യുമെന്റ്സ് പലപ്പോഴും സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പലപ്പോഴും ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. പലപ്പോഴും ബാങ്കുകൾ ഒരു ആനുവൽ ഫീസ് ഇത്തരം ലോക്കർ സംവിധാനത്ത് പലപ്പോഴും കൊടുക്കാറുണ്ട്. പലപ്പോഴും ബാങ്കിലെ കസ്റ്റമേഴ്സിന് ലോക്കർ സൗകര്യം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും. സെക്കൻഡറി ഫംഗ്ഷനകത്താണ് ഈ ഒരു ലോക്കർ ഫെസിലിറ്റി, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി, പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് NPA? 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. NPAയുടെ അബ്രിവേഷൻ നമുക്ക് നോക്കാം. NPA സ്റ്റാൻഡ്സ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. മനസ്സിലാക്കുക, നോൺ പെർഫോമിംഗ് അസറ്റ്സ് റെഫേഴ്സ് ടു എ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോൺ ഇൻ അരിയർ. അപ്പൊ ലോൺ ഇൻ അരിയേഴ്സിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റുകൾ എന്ന് പറയുന്നത്. A loan in arrear is an interest payment when the payment is late or missed. ഇൻട്രസ്റ്റ് പേയ്മെന്റുകൾ ലേറ്റ് ആവുന്ന അല്ലെങ്കിൽ മിസ് ആവുന്ന അവസരത്തിലാണ് ഈ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ പെർഫോമിംഗ് അസറ്റുകൾ എന്ന് പറയുന്നത്. A loan
ഈസ് ഇൻ അരിയർ വെൻ ദ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആർ ലേറ്റ് ഓർ മിസ്ഡ്. പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലേറ്റ് ആവുന്നു അല്ലെങ്കിൽ മിസ് ആവുന്ന അവസ്ഥയിലാണ് നമ്മൾ അത്തരം ലോണുകളെയാണ് നമ്മൾ ലോൺ ഇൻ അരിയർ എന്ന് പറയുന്നത്. അങ്ങനെ ലോൺ ഇൻ അരിയേഴ്സിനെയാണ് നമ്മൾ പൊതുവെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ അല്ലെങ്കിൽ NPA എന്ന് വിളിക്കുന്നത്. ഇനി 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് NEFT? 1 മാർക്കിന്റെ ചോദ്യം. NEFT സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം മെയിൻറ്റെയിൻഡ് ബൈ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സേവനമാണ്, ഒരു സംവിധാനമാണ് NEFT അല്ലെങ്കിൽ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. സോ NEFT സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ